ഹലോ, നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ അങ്ങനെ കിളിപോയ അവസ്ഥയിലിരിക്കുവാണേ. വിശപ്പിന്റെ വിളി വന്നതുകൊണ്ട് തന്നെ നേരെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. വലിയ ആർഭാടമൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അങ്ങ് തട്ടിക്കൂട്ടി. 4-5 കുഞ്ഞു ദോശയും മുട്ട ഓംലേറ്റും ഇന്നലെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മീനും കൂട്ടിയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഞാനും പീലിക്കുട്ടിയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പീലിയെ കുളിപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കി ഞാനും കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പുറത്തു പോകാനുണ്ടേ. ആദ്യം നമ്മൾ നേരെ പോയത് ആരൂട്ടൻ്റെ സ്കൂളിലോട്ടാണ്. അവിടെ നിന്ന് മോനെയും വിളിച്ചിട്ട് നേരെ നല്ലൊരു ബിരിയാണി കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലോട്ട് കയറിയിട്ടുണ്ട്. നല്ല ബിരിയാണിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് തന്നെ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ആരൂസിനെ ഡാൻസ് ക്ലാസ്സിനാണ് കൊണ്ടാക്കിയത്. അത് കഴിഞ്ഞ് എനിക്ക് സിറ്റിയിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീണ്ടും ആരൂസിനെ പിക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങൾ നേരെ പോയത് എൻ്റെ വീട്ടിലോട്ടാണ്. അവിടെ ചെന്നപ്പോൾ പീലിക്കുട്ടി അപ്പാപ്പൻ്റെ തോളിൽ കയറി കിടക്കുന്നുണ്ട്. അവരിതാ വിക്രമാദിത്യനും വേതാളവും കളിയാണ്. വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞിച്ചക്കൻ്റെ ഉണർന്നിരിപ്പുണ്ട്. ചെന്ന പാടെ തന്നെ അമ്മ എനിക്കൊരു നാരങ്ങ മുട്ടായിക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലക്കിയെ ഞാൻ അവരുടെ കയ്യിലോട്ടും കൊടുക്കും, ആദൂട്ടനെ ഞാനും എടുക്കും. പിന്നെ രണ്ടുപേരും വിശന്ന് കരയുമ്പോഴായിരിക്കും പരസ്പരം കൈമാറുന്നത്. ഇന്ന് നമ്മുടെ ലക്കി മോള് വാശിയൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ, നമ്മുടെ യാത്ര കാറിലായിരുന്നല്ലോ. എവിടെയെങ്കിലും പോയാൽ ലക്കിമോൾ ഒരു ശല്യം ഉണ്ടാവില്ലേ. അതിപ്പോൾ കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും ശരി തന്നെ. വിശക്കുമ്പോൾ മാത്രം ചെറുതായിട്ടൊന്ന് കരയും. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ആളങ്ങ് ഉറങ്ങിക്കോളും. അതേസമയം വീട്ടിലാണെങ്കിലോ നേരെ തിരിച്ചാണ്, നല്ല ബഹളമായിരിക്കും. കുഞ്ഞേയും മക്കളുടെയും സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും അപ്പാപ്പൻ എന്താ കൊച്ചുമോളുമായിട്ട് സംസാരിക്കുകയാണേ. ഇപ്പോൾ മാമ നമ്മൾ സംസാരിക്കുന്നതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ കളിയും ചിരിയൊക്കെ കണ്ടിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും വിശപ്പിൻ്റെ വിളി വന്നു. ഞാൻ നേരെ കിച്ചണിൽ പോയി നോക്കിയപ്പോഴത്തേക്കും ചോറും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോൾ എന്ത് കഴിക്കാനെടുത്താലും എൻ്റെ ഈ കുഞ്ഞു പെണ്ണ് ഓടി വന്ന് അതിൽ നിന്നും കൂടെ കൈയിട്ട് വാരി കഴിക്കുക. ചോറൊക്കെ കഴിച്ചിട്ട് എല്ലാവരുമായിട്ട് കുറേ നേരം ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പം നാളെ സൺഡേ ആണല്ലോ, നാളെയും വരണം. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങുവാണ്. നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.